ഇറാനിൽ 9ാം ദിവസവും ശക്തമായ ആക്രമണം തുടർന്ന് അമേരിക്ക. സൈനിക നടപടി ജോർദാനിലും ഇറാഖും ഇറാൻ മിസൈൽ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്കുള്ള ആദരാഞ്ജലി എന്ന് ട്രംപ്. ടെഹ്റാനിലെ IRGCയുടെ ആസ്ഥാനം ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു. ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം. ഇറാൻ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനിടെയാണ് ജോർദാനിലും ഇറാഖിലും US സൈനിക കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥർ മരിച്ചത്. ഇവർക്കുള്ള ആദരാഞ്ജലിയായിരുന്നു ഇറാനിൽ നടന്ന ആക്രമണമെന്ന് ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചു. ഹോർമൂസ് പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് അമേരിക്കയെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. Iran cannot have a nuclear weapon. Iran has been very, very badly damaged. They've lost everything almost militarily. They've got very little left. They've got some missiles. They've got some drones. They've got some manufacturing ability, not much. We control the Strait. They don't control anything. So we'll see what happens. But we hit them very hard again tonight. And we did that in honor of the probably three. It's probably three as opposed to two great patriots. അതിശക്തമായ ആക്രമണമാണ് 9ാം ദിവസവും ഇറാനിൽ നടന്നത്. ടെഹ്റാനിലെ IRGCയുടെ ആസ്ഥാനം ആക്രമണത്തിൽ പൂർണ്ണമായി തകർന്നു. സറള്ളയിലെ IRGC കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. ഹോർമൂസിലെ ഇറാൻ തുറമുഖങ്ങൾക്കെതിരായ ഉപരോധം US ശക്തമായി തുടരുകയാണ്. ഇറാൻ തുറമുഖം ലക്ഷ്യമാക്കി നീങ്ങിയ ഒരു കപ്പലിന് നേരെ സൈനിക നടപടി സ്വീകരിച്ചതായും 6 കപ്പലുകൾ തിരിച്ചയച്ചതായും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആണവ കേന്ദ്രങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഇറാനിൽ US ആക്രമണം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.